അധ്യായം 1. കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യനിരീക്ഷണം. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാ പാണ്ഡവാൻ ചൈവ കിമകുർവത സഞ്ജയ. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചുകൂടിയ എൻ്റെ മക്കളും പാണ്ഡുപുത്രരും എന്തു ചെയ്തു? സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യൻ്റെ മുൻപിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു, പശ്യൈതാം പാണ്ഡുപുത്രാണാമാചാര്യമഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ. അത്ര ശൂരാ മഹേശ്വാസാ ഭീമാർജുനസമായുധി യുയുധാനോ വിരാട ച ദ്രുപദശ്ച മഹാരഥഃ. ഭീമാർജുനന്മാരോട് കിടനിൽക്കുന്ന യുയുധാനൻ, വിരാടൻ, ദ്രുപദൻ എന്നീ വില്ലാളി വീരന്മാർ ആ സൈന്യത്തിലുണ്ട്. ദൃഷ്ടകേതുശേകിതാന കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. ദൃഷ്ടകേതു, ചേകിതാനൻ, കാശിരാജാവ്, പുരുജിത്, കുന്തിഭോജൻ, ശൈബ്യൻ എന്നീ വീരന്മാരായ യോദ്ധാക്കളും അവിടെ സന്നിഹിതരായിട്ടുണ്ട്. യുദ്ധാമനുഞ്ച വിക്രാന്ത ഉത്തമൗജാഞ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥഃ. കൂടാതെ പരാക്രമിയായ യുദ്ധാമന്യു, ബലവാനായ ഉത്തമൗജസ്, സുഭദ്രാപുത്രൻ, ദ്രൗപദിയുടെ മക്കൾ എന്നിവരും യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ്. ഇവരെല്ലാവരും മഹാരഥന്മാർ തന്നെ. അസ്മാകം തു വിശിഷ്ടായേ താനി ബോധദ്വിജോത്തമാ നായകാ മമ സൈന്യസ്യ സംജാതം താൻ ബ്രവീമിതേ. ബ്രാഹ്മണോത്തമ, എൻ്റെ സൈന്യത്തെ നയിക്കുന്നതിന് യോഗ്യതയുള്ള പടനായകന്മാരെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമധിം ജയഃ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച. യുദ്ധത്തിൽ സദാ വിജയിക്കുന്നവനായ താങ്കൾ, ഭീഷ്മർ, കർണൻ, കൃപൻ, അശ്വത്ഥാമാവ്, വികർണൻ, സോമദത്തിൻ്റെ പുത്രനായ ഭൂരിശ്രവസ് എന്നിവരുമുണ്ട്. അന്യേ ച ബഹവഃ ശൂരാ മദത്തെ ത്വക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാ സർവേ യുദ്ധവിശാരദാഃ. എനിക്കു വേണ്ടി സ്വജീവിതം അർപ്പിക്കാൻ ഒരുങ്ങി വന്നവരായിട്ട് ഇനിയുമുണ്ട് പല വീരയോദ്ധാക്കളും. നാനാവിധത്തിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളവരും സമരമുറകളിൽ സുപരിചിതരുമാണവർ. അപര്യാപ്തം തതസ്മാകം ഫലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ഫലം ഭീമാഭിരക്ഷിതം. അളവറ്റതാണ് നമ്മുടെ സൈന്യബലം. പിതാമഹനായ ഭീഷ്മരാൽ സുരക്ഷിതവുമാണ്. എന്നാൽ ഭീമൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യമാകട്ടെ
വളരെ പരിമിതവും. അയനേഷു ച സർവേഷു യഥാ ഭാഗവമസ്ഥിതാ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. സൈന്യവ്യൂഹത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മ പിതാമഹന് പരിപൂർണ പിന്തുണ നൽകണം. തസ്യ സംജനയൻ ഹർഷം കുരുവൃന്ദ പിതാമഹഃ സിംഹനാദം വിനദ്യുചൈ ശംഖം ദദ്മൗ പ്രതാപവാൻ. അപ്പോൾ പരാക്രമിയും കുരുപിതാമഹനുമായ ഭീഷ്മർ ദുര്യോധനന് ആഹ്ലാദം ജനിപ്പിക്കുമാറ് സിംഹഗർജനം പോലെയുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തൻ്റെ ശംഖുമെടുത്ത് ഊതി. തതഃ ശംഖാശ്ച പാണവാനകഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മുലോഭവത്. അതിനെ തുടർന്ന് ശംഖ്, ചെണ്ട, മദ്ദളം, കാഹളം എന്നിവയുടെ ശബ്ദം എമ്പാടുമുയർന്നു. യുദ്ധരംഗത്ത് കോലാഹലമായി. തതഃ ശ്വേതഹയയുക്തേ മതിസ്വന്ദനെ സ്ഥിതൗ മാധവ പാണ്ഡവചൈവ ദിവ്യൗ ശംഖൗ പ്രതദ്മതു. മറുവശത്ത് കൃഷ്ണാർജുനന്മാർ വെള്ളക്കുതിരകളെ പൂട്ടിയ വൻതേരിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ദിവ്യശംഖകൾ മുഴക്കി. പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമാവൃകോദരഃ. കൃഷ്ണ ഭഗവാൻ പാഞ്ചജന്യം എന്ന ശംഖും ഊതി. അർജുനൻ ദേവദത്തവും ദുഷ്കർമ്മങ്ങളിൽ മുൻനിൽക്കുന്നവനും ഭോജനപ്രിയനുമായ ഭീമൻ പൗണ്ഡ്രം എന്ന ശംഖും മുഴക്കി. അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ കാശ്യഞ്ച പരമേശ്വാസാ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്വകിശ്ച പരാജിതഃ ദ്രുപദൗ ദ്രൗപദേയാഞ്ച സർവശഃ പൃഥിവീപതേ സൗഭദ്രഞ്ച മഹാബാഹോ ശംഖാൻ ദദ്മൗ പൃഥക് പൃഥക്. കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്തവിജയമെന്ന ശംഖു ഊതി. നകുല സഹദേവന്മാർ സുഘോഷമണി പുഷ്പകങ്ങളും വില്ലാളി വീരനായ കാശിരാജാവും മഹാരഥനായ ശിഖണ്ഡിയും ദൃഷ്ടദ്യുമ്നൻ, വിരാടൻ, തോൽവി പിണയാത്ത സാത്യകി, ദ്രുപദൻ, ദ്രൗപദി പുത്രന്മാർ, മഹാബാഹുവായ സുഭദ്രാപുത്രൻ എന്നിവരും ശംഖനാദം മുഴക്കി. സഘോഷോതാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോഭ്യനുനാഥയൻ. വിവിധ ശംഖങ്ങളിൽ നിന്നുയർന്ന ഈ നാദഘോഷം ഭൂമിയിലും അന്തരീക്ഷത്തിലും മാറ്റൊലികൊണ്ടു. ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പിളർക്കുകയായി. അദവ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർതരാഷ്ട്രാൻ കഭിധ്വജഃ പ്രവർത്തേ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ പാണ്ഡവഃ ഋഷികേശം തഥാ വാക്യം ഇദമാഹമഹീപതേ. അല്ലയോ രാജാവേ, പിന്നെ പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ കൊടിയടയാളമായുള്ള തേരിലിരുന്നു കൊണ്ട് വില്ലെടുത്ത് ശരങ്ങളുതിർക്കാൻ തയ്യാറായി. മറുവശത്ത് അണിനിരന്നു നിന്ന കൗരവ സൈന്യത്തെ നോക്കി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുതാ യാവദേവാൻ നിരീക്ഷേഹം യോന്തു കാമാനവസ്ഥിതാൻ
കൈമയാ സഹയോധവ്യമസ്മിൻ രണസമുദ്യമേ. ഹേ അച്യുത, ച്യുതി അഥവാ വീഴ്ച പറ്റാത്തവനെ, ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി എൻ്റെ തേർ കൊണ്ടു നിർത്തുക. ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായി ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാനൊന്നു കാണട്ടെ. യോത്സ്യമാനാനവേക്ഷേഹം യേദേത്ര സമാഗത ധാർതരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയജിഗീർഷവഃ. ദുർബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രനെ സന്തോഷിപ്പിക്കുവാനായി യുദ്ധത്തിനൊരുങ്ങി വന്നവരെ ഞാൻ കാണട്ടെ. സഞ്ജയ ഉവാച ഏവമുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. സഞ്ജയൻ പറഞ്ഞു, ഹേ ഭാരതപുത്ര, അർജുനന്റെ വാക്കുകേട്ടിട്ട് കൃഷ്ണ ഭഗവാൻ ശ്രേഷ്ഠമായ ആ രഥത്തെ ഇരു സൈന്യങ്ങൾക്കും നടുവിൽ കൊണ്ടു നിർത്തി. ഭീഷ്മദ്രോണ പ്രമുഖധാ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേതാൻ കുരുനിധി. ഭീഷ്മദ്രോണാദികളുടെയും മറ്റു രാജാക്കന്മാരുടെയും മുന്നിൽ വെച്ച് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, പാർത്ഥ, ഇവിടെ ഒത്തുകൂടിയ കുരുവംശജരെ നോക്കൂ. തത്ര പശ്യത് സ്ഥിതാൻ പാർത്ഥ പിതൃനത പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശ്വശുരാൻ സുഹൃതൻ ചൈവ സേനയോരുഭയോരപി. ആ യുദ്ധയംഗത്തിൽ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ പിതൃതുല്യരെയും പിതാമഹന്മാരെയും ഗുരുജനങ്ങളെയും മാതുലന്മാരെയും സഹോദരന്മാർ, മക്കൾ, പൗത്രന്മാർ, സുഹൃത്തുക്കൾ, ഭാര്യാപിതാക്കന്മാർ എന്നിവരെയും അർജുനൻ കണ്ടു. താൻ സമീക്ഷ്യ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീധന്യതമബ്രവീത്. ഇങ്ങനെ പല വിധത്തിലും തനിക്ക് ബന്ധുക്കളായുള്ളവരെ അവിടെ കണ്ടപ്പോൾ കരുണാപരിതനായി തീർന്ന കുന്തിപുത്രൻ പറഞ്ഞു, അർജുന ഉവാച ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. അർജുനൻ പറഞ്ഞു, യുദ്ധത്തിനൊരുങ്ങി വന്നിട്ടുള്ള ഈ ബന്ധുമിത്രാദികളെ കണ്ടിട്ട് എൻ്റെ അവയവങ്ങൾ തളരുന്നു, മുഖം വരളുന്നു. വേപതുഞ്ച ശരീരേ മേ രോമഹർഷൻ ച ജായതേ ഗാണ്ഡീവം സംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ. എൻ്റെ ശരീരം വിറയ്ക്കുകയും രോമാഞ്ചമുണ്ടാവുകയും ചെയ്യുന്നു. എൻ്റെ വില്ല് ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതുന്നു, തൊലി ചുട്ടുനീറുന്നു. നജ ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. എനിക്കിപ്പോൾ ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു. മനസ്സ് ചുറ്റിക്കറങ്ങുന്നു. അല്ലയോ കൃഷ്ണ, കേശവ, കേശി എന്ന അസുരനെ വധിച്ചവൻ. ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് ഞാൻ എപ്പാടും കാണുന്നത്. നജ ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷി വിജയം കൃഷ്ണ നജ രാജ്യം സുഖാനി ച. ബന്ധുക്കളെ യുദ്ധത്തിൽ കൊന്നതുകൊണ്ട് എങ്ങനെ എന്ത് ഗുണമുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കൃഷ്ണ, എനിക്ക് വിജയം ആവശ്യമില്ല.
രാജ്യമാകട്ടെ സുഖമാവട്ടെ എനിക്ക് വേണ്ട. കിം നോ രാജേന ഗോവിന്ദ കിം ഭോഗജീവിതേന വാ യേശമത്തെ കാംക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനി ച തൈമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം സ്ത്വത്താ ധനാനി ച ആചാര്യപിതരപുത്രാസ്തഥൈവ ച പിതാമഹഃ മാതുലാശ്വശുരാ പൗത്രാ സ്വാലാ സംബന്ധിനസ്തഥാ ഏതാൻ ഹन्तुमिच्छामि ജ്ഞതോപി മധുസൂദന അഭിത്രൈലോകരാജ്യസ്യ ഹേതോ കിം नु മഹീ കൃതേ നിഹത്യ ധാർതരാഷ്ട്രാൻ കപ്രീതി സ്വജനാർദ്ദന. ഹേ ഗോവിന്ദ, രാജ്യം കൊണ്ടും ഭോഗങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ടു തന്നെയും ഞങ്ങൾക്കെന്തു പ്രയോജനം? ആർക്കുവേണ്ടി ഞങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം സ്വത്തും പ്രാണൻ കൂടിയും ഉപേക്ഷിക്കാൻ തയ്യാറായി ഇതാ രഥാങ്കണത്തിൽ നിൽക്കുന്നു. മധുസൂദന, ഗുരുജനങ്ങൾ, പിതൃപിതാമഹന്മാർ, മക്കൾ, അമ്മാവന്മാർ, ശ്വശുരന്മാർ, സ്വാലന്മാർ തുടങ്ങിയ ബന്ധുക്കളാണിങ്ങനെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ എന്തിന് അവരെ കൊല്ലണം? അവരെ വധിക്കുകിൽ ത്രൈലോക്യമാകെ നേടാമെന്നു വന്നാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യാനില്ല. പിന്നെ എങ്ങനെയാണ് വെറും മണ്ണിനു വേണ്ടി അവരെ കൊല്ലാനാകുക? ജനാർദ്ദന, ധാർതരാഷ്ട്രന്മാരെ ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്തു സുഖം കിട്ടാനാണ്? പാപമേവാശ്രയേ തസ്മാത് ഹത്യേതാനദധായിനഃ തസ്മാനർഹാ വയം ഹന്തും ധാർതരാഷ്ട്രാൻ സംബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്യാ സുഖിനഃ സ്യാമ മാധവ. അക്രമികളായ ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപമായിരിക്കും നേട്ടം. ധൃതരാഷ്ട്രപുത്രന്മാരെയും സുഹൃത്തുക്കളെയും ഹിംസിക്കുക എന്നത് നമ്മൾക്കുചിതമല്ല. അല്ലയോ മാധവ, സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എന്തു നേടാനാണ്? ഞങ്ങൾക്ക് എങ്ങനെ സുഖിക്കാൻ കഴിയും? യദ്യപേതേന പശ്യന്തി ലോഭോപഹതചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേണ ച പാതകം കഥം ന ജ്ഞേയമസ്മാഭിः പാപാദസ്മാനി വർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. ജനാർദ്ദന, ലോപാവേശം കൊണ്ട് ഇവർ ബന്ധുഹിംസയിലും സുഹൃത്തുക്കളോട് പൊരുതുന്നതിലും ദോഷം കാണുന്നില്ലെങ്കിലും കുലക്ഷയത്തിൽ നിന്നുണ്ടാകാവുന്ന ആപത്തുകളെക്കുറിച്ച് അറിവുള്ള നമ്മൾ ഈ പാപകർമ്മങ്ങളിൽ എന്തിന് വ്യാപൃതരാകണം? കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതനഃ ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണ അധർമ്മോഭിഭവത്യുത. വംശം നശിക്കുന്നതോടുകൂടി ഏറെക്കാലമായി പുലർത്തിപ്പോന്ന കുലധർമ്മങ്ങൾ നശിക്കുന്നു. അങ്ങനെ ധർമ്മം നശിക്കുമ്പോൾ വംശത്തിൽ ശേഷിക്കുന്നവർ അധാർമിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. അധർമാഭിഭവാത് കൃഷ്ണ പ്രത്യുക്ഷന്തി കുലസ്ത്രിയഃ സ്ത്രീഷു ദുഷ്ടാസു വാഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ. അല്ലയോ കൃഷ്ണ, കുലത്തിൽ അധർമ്മം മുന്നിട്ടു നിന്നാൽ സ്ത്രീകൾ ദുഷിച്ചു പോകും. അല്ലയോ വൃഷ്ണികുലത്തിൽ പിറന്നവനെ, സ്ത്രീത്വം ദുഷിച്ചാൽ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കുന്നു. സങ്കരോ നരകായൈവ കുലജ്ഞാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയാഃ. ആവശ്യമില്ലാത്ത ജനവർദ്ധനയുണ്ടായാൽ കുടുംബങ്ങൾക്കും കുലപാരമ്പര്യങ്ങൾ കളഞ്ഞു കുളിച്ചവർക്കും ജീവിതം നരകതുല്യമാകുന്നു.
അധപ്പതിച്ച കുടുംബങ്ങളിലെ പിതൃക്കൾ കാലം തോറും പിണ്ടമോ ഉദകക്രിയയോ കിട്ടായകയാൽ അധപ്പതിക്കും. ദോഷൈരേതൈ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈ ഉത്സാദ്യത്തെ ജാതിധർമാ കുലധർമാശ്ച ശാശ്വതാഃ. കുടുംബ പാരമ്പര്യം നശിപ്പിക്കുന്നവരുടെ ദുഷ്കർമ്മങ്ങളാൽ ആർക്കും വേണ്ടാത്ത ശിശുക്കൾ ഉണ്ടാകുന്നു. തന്മൂലം എല്ലാ തരത്തിലുമുള്ള സാമൂഹ്യ പുരോഗമന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പാടെ നശിച്ചു പോകുന്നു. ഉത്സന്നകുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതി തനുശുശ്രൂമ. അല്ലയോ ജനാർദ്ദന, കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവർക്ക് എന്നും നരകത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന് ഗുരുപരമ്പര വഴി അറിഞ്ഞിട്ടുണ്ട്. അഹോ ബദ മഹത് പാപം കർത്തും വ്യവസിതാ വയം യദ്രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യതാഃ. കഷ്ടം, എന്തൊരു മഹാപാപത്തിനാണ് നാം ഒരുങ്ങി പുറപ്പെട്ടത്. രാജ്യം നേടി സുഖിക്കാൻ വേണ്ടി സ്വജനങ്ങളെ കൊല്ലുകയോ. യദി മാമ പ്രതികാര മശസ്ത്രം ശസ്ത്രപാണയഃ ധാർതരാഷ്ട്രാരണേ ഹന്യുസ് തന്മേ ക്ഷേമതരം ഭവേത്. ധാർതരാഷ്ട്രന്മാരോട് പൊരുതുന്നതിൽ ഭേദം നിരായുധനായി പ്രതിരോധത്തിനൊരുങ്ങാതെ നിൽക്കുന്ന എന്നെ അവർ കൊല്ലട്ടെ എന്ന് വയ്ക്കുകയാണ്. സഞ്ജയ ഉവാച ഏവം മുക്താർജുന സംഗീ രതോ ഭസ്തൗ ഭാവിഷത് വിസൃജ സശരം ചാപം ശോകസംവിഘ്നമാനസഃ. സഞ്ജയൻ പറഞ്ഞു, അർജുനൻ രണാങ്കണത്തിൽ വെച്ച് ഇത്രയും പറഞ്ഞിട്ട് വില്ലും ശരങ്ങളും താഴെയിട്ട് അത്യന്തം ദുഃഖിതനായി തേരിൽ ഇരിപ്പായി. കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 1-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ.